ശ്രീമന്നാരായണീയം ദശകം 36 നാലാമത്തെ ശ്ലോകം പരശുരാമചരിതാണ്. ഒരു ഭാഗം നമ്മൾ പറഞ്ഞു, 3 ശ്ലോകയിൽ പറഞ്ഞു. ഈ നാലാമത്തെ ശ്ലോകം. ഓം പിത്ര മാതൃമുദേ സ്തവാഹൃതവിയദ്ധേനോ നിജാദാശ്രമാത് പ്രസ്ഥായാഥ ഭൃഗോർഗിരാ ഹിമഗിരാവാരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തൽപരശും തദുക്തദനുജച്ഛേദി മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമഥാകൃതവ്രണമുനിം പ്രാപ്യാഗമസ്വാശ്രമം. അഥ പിത്ര, അതിനുശേഷം അച്ഛനാൽ, പിത്ര പിതാവിനാൽ, മാതൃമുദേ അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട്, സ്തവാഹൃത വിയദ്ധേനോ സ്തുതി കൊണ്ട്, സ്തവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്തുതി, സ്തവ ആഹൃത അങ്ങനെ സ്തുതിച്ചുകൊണ്ട് വരുത്തി, ആഹൃത വിയദ്ധേനോ അവിടെ സ്വർഗധേനു വെച്ചാൽ ഇവിടെ ഈ കാമധേനു, സുരഭി കാമധേനു, ആ സ്തുതി കൊണ്ട് കാമധേനുവിനെ വരുത്തിയതായിട്ടുള്ള നിജാത് ആശ്രമാത്, ഈ ജമദഗ്നിയുടെ ആശ്രമത്തിൽ നിന്ന്, ഭൃഗോർഗിര പിതാമഹനായിട്ടുള്ള ഭൃഗുവിൻ്റെ വാക്കനുസരിച്ച്, പ്രസ്ഥായ പുറപ്പെട്ടു, ഹിമഗിരൗ ഹിമാലയ പർവ്വതത്തില്, ഗൗരീപതിയും പരമശിവനെ ആരാധ്യ എന്നിട്ട് തപസ് ചെയ്തു. തത് പരശും ആ മഹാദേവന്റെ പരശു എന്ന മഴുവിനെ, കുഠാരത്തെ, ലബ്ധ്വ വരമായിട്ട് ലഭിച്ചു കഴിഞ്ഞപ്പോൾ പരശുരാമൻ, തത് ഉക്ത ധനുജച്ഛേദി അദ്ദേഹത്തിനാൽ പറയപ്പെട്ടതായിട്ടുള്ള അസുരനെ കൊല്ലുന്നവനായിട്ടും, മഹാസ്ത്രാധികം ദിവ്യാസ്ത്രം മുതലായവ പ്രാപ്ത നേടിയ ശേഷം, പ്രാപ്ത അതൊക്കെ കിട്ടി, അഥ അതിനുശേഷം, അകൃതവ്രണൻ എന്നു പേരായിട്ടുള്ള ഒരു മുനി, അകൃതവ്രണ മുനിയും അവിടെ ഒരു മഹാമുനിയായിട്ട്, അകൃതവ്രണൻ എന്നു പേരായിട്ട് അവിടെ മഹാദേവനെ തപസ് ചെയ്ത ആ സ്ഥലത്ത് ഹിമാലയത്തിൽ വെച്ചിട്ട് ഒരു കൂട്ടുകാരനെ കിട്ടി. ആ അകൃതവ്രണ മുനി മിത്രം പ്രാപ്യ മിത്രമായിട്ട് ലഭിച്ചതിൻ്റെ ശേഷം, സ്വാശ്രമം ആഗമ സ്വന്തം ആശ്രമത്തിലേക്ക് മടങ്ങിയെത്തി എന്ന് പറയാം. അവിടെ ഈ കുറേ അസുരന്മാരെ വധിക്കാനും ഒക്കെ അവിടെ ആ സമയത്ത് നിർദ്ദേശിച്ചിട്ടുണ്ടാവും. ആ നിർദ്ദേശത്തെ പരശുരാമൻ തൻ്റെ മഹാദേവൻ്റെ അനുഗ്രഹം കൊണ്ടും ഈ മഹാദേവനാൽ കൊടുക്കപ്പെട്ടതായിട്ടുള്ള പരശു ആ മഴു കൊണ്ട് അത് ചെയ്തു. അങ്ങനെ അകൃതവ്രണൻ എന്നുള്ള ആ ഒരു മഹർഷിയെ കൂട്ടുകാരനായിട്ട് കിട്ടി. രണ്ടുപേരും ഒരേപോലെ ഈ തപസ് ചെയ്യുന്ന സതീർത്ഥ്യഭാവം അങ്ങനെ കിട്ടിയെന്ന് പറയുകയാണ്. ഇവിടെ ചെറിയൊരു വ്യാഖ്യാനത്തോട് കൂടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അച്ഛൻ്റെ ആജ്ഞ സ്വീകരിച്ചുകൊണ്ട് അമ്മയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ഇന്ദ്രനെ സ്തുതിച്ച്, അല്ലെങ്കിൽ ദേവന്മാരെയൊക്കെ സ്തുതിച്ച് അവരുടെ സമ്മതത്തോടു കൂടിയിട്ട് കാമധേനുവിനെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. കാരണം അമ്മയെ വധിച്ചു, ഏട്ടന്മാരെ വധിച്ചു. അപ്പോൾ മാതൃവധം വളരെ തെറ്റാണല്ലോ, ഒരിക്കലും ചെയ്യാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് അതിന് പരിഹാരമായിട്ട്, അത് അമ്മ അറിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ സത്യമാണെങ്കിലും പിന്നീട് അച്ഛൻ പറഞ്ഞിട്ടോ ഒക്കെ അറിയുമല്ലോ. അപ്പോൾ എന്തായാലും അത് പാടില്ല എന്ന നിലയ്ക്ക് പരിഹാരമായിട്ട് ഈ കാമധേനുവിനെ പരശുരാമൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്ന് കൊടുക്കാട്ടിരിക്കാൻ നിവർത്തിയില്ല. ഏതായാലും പക്ഷേ സ്തുതിച്ച് സന്തോഷിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് കൊണ്ടുവന്ന് കൊടുത്തത്. അങ്ങനെ തൻ്റെ ആശ്രമത്തിൽ നിന്ന് ഈ പിതാമഹനായിട്ടുള്ള ഭൃഗു മഹർഷി വന്ന് ഉപദേശിച്ചു, ഇങ്ങനെ അച്ഛനെ വരിച്ചത് ശരിയായില്ല ഭഗവാനെ, അങ്ങ് അതിന് പരിഹാരം ചെയ്യണം. അങ്ങനെയാണ് മഹാദേവനെ തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയത്. അങ്ങനെ പുറപ്പെട്ടു പോയി കൈലാസത്തിൽ പോയി, ഹിമാലയത്തിൽ ഈ കൈലാസത്തിൽ ചെന്നിട്ട് അപ്പോൾ ആ സമയത്ത് പരശുരാമനായിട്ടില്ലേ, രാമനായിട്ടുള്ളൂ. രാമൻ പരമശിവനെ തപസ് ചെയ്തു, ശിവൻ മഹാദേവനെ തപസ് ചെയ്തു. മഹാദേവൻ സന്തോഷിച്ചുകൊണ്ട് പരശുവാണ് വരമായിട്ട് കൊടുത്തത്, ആയുധമായിട്ട് കൊടുത്തത്. അത് കിട്ടിക്കഴിഞ്ഞ് ഭഗവാനാൽ മഹാദേവനാൽ പറയപ്പെട്ടതായിട്ടുള്ള കുറേ അസുരന്മാർ, അപ്പം അത് പരശുരാമനാൽ വധം എന്ന് വെച്ചിട്ടുണ്ട്.
അതുകൊണ്ട് മഹാദേവൻ പരശുരാമനോട് പറഞ്ഞു, ആ അസുരന്മാരെയൊക്കെ കൊന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചെന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്തു. ഒറ്റയ്ക്കാണ് ആ അസുരന്മാരെ മുഴുവനെ വധിച്ചു. അപ്പം മഹാദേവന് കൂടുതൽ സന്തോഷമായി. അപ്പോൾ ധാരാളം ദിവ്യാസ്ത്രങ്ങൾ കൊടുക്കുകയും ചെയ്തു. അതൊക്കെ കിട്ടി അവിടുന്ന് പോരുമ്പോഴാണ് വെച്ചാൽ, അപ്പോൾ ആ സമയത്തൊക്കെ ഈ അകൃതവ്രണൻ അവിടെ തപസ് ചെയ്യുന്നുണ്ട്. ആ തപസ് ചെയ്യുന്നതായിട്ടുള്ള അകൃതവ്രണനെ സുഹൃത്തായിട്ട് അവിടെ സുഹൃത്തായിട്ട് വെച്ചു എന്നേ ഉള്ളൂ. ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്നുണ്ടോ, ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നു എന്നൊരു കഥയുണ്ട്. ഏതായാലും ആ അകൃതവ്രണ മുനിയെ മറ്റേ സുഹൃത്തായിട്ട് കിട്ടി. അങ്ങനെ ഈ ജമദഗ്നിയുടെ ആശ്രമത്തിൽ, പരശുരാമൻ്റെ അച്ഛൻ്റെ ആശ്രമത്തിലേക്ക് തന്നെ മടങ്ങി വരികയും ചെയ്തു എന്ന് ഈ ശ്ലോകം. പിത്ര മാതൃമുദേ സ്തവാഹൃതവിയദ്ധേനോഹോ നിജാദാശ്രമാത് പ്രസ്ഥായ അധ ഭൃഗോഹോ ഗിര ഹിമഗിരൗ ആരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തൽപരശും തദുക്തധനുജച്ഛേദി മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രം അഥ അകൃതവ്രണമുനിം പ്രാപ്യ ആഗമ സ്വാശ്രമം എന്ന് പദച്ഛേദം. പിത്രാമാതൃമുദേ സ്തവാഹൃത വിയദ്ധേനോർ നിജാദാശ്രമാൽ പ്രസ്ഥായാഥ ഭൃഗോർഗിരാ ഹിമഗിരാവാരാധ്യ ഗൗരീപതിം ലബ്ധ്വാ തൽപരശും തദുക്തധനുജച്ഛേദി മഹാസ്ത്രാദികം പ്രാപ്തോ മിത്രമഥാകൃതവ്രണമുനിം പ്രാപ്യാഗമ സ്വാശ്രമം. ഇനി 5ാമത്തെ ശ്ലോകം. ആഖേടോപഗതോർജുന സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈ ത്വൽപിത്രാ പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുന ഗാം ക്രേതും സജീവം ന്യയുക്ത കുധിയാ തേനാവിരുന്ധന്മുനി പ്രാണക്ഷേപ സരോഷ ഗോഹത ചമൂചക്രേണ വത്സോഹൃത. ആഖേട ഉപഗത. ആഖേടോപഗത എന്ന് പറഞ്ഞാൽ നായാട്ടിനായിട്ട് കാർത്തവീര്യാർജുനൻ അങ്ങനെ രാജാവ് എന്നുള്ള നിലയ്ക്ക് കാട്ടിലൊക്കെ നായാടിക്കൊണ്ട് അവസാനം സൈന്യസമേതത്തിലാണ് വരുന്നത്. അങ്ങനെ ഈ കാർത്തവീര്യാർജുനൻ ജമദഗ്നിയുടെ ആശ്രമ പരിസരത്തിൽ എത്തിച്ചേർന്നു. അപ്പോൾ നായാട്ടിനിടയ്ക്കാണ് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. അവിടെ ഈ കാർത്തവീര്യാർജുനൻ ജമദഗ്നിയുടെ ആശ്രമത്തിൻ്റെ അടുത്ത് സൈന്യത്തോട് കൂടിയിട്ട് കുറച്ച് ക്ഷീണിച്ചിട്ട് കുറച്ച് നായാട്ടിലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ എത്തി. ത്വത്പിത്ര, ഭഗവാനെ അങ്ങയുടെ പിതാവിനാൽ സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈഹി. സുരന്മാർ, ദേവന്മാർ. ഗവി എന്ന് പറഞ്ഞാൽ പശു. ഈ ദേവധേനുവായിട്ടുള്ള കാമധേനു സുരഭി, ആ സുരഭിയാൽ പ്രാപ്തമായിട്ടുള്ള സമ്പദ്ഗണൈഹി, സമ്പത്ത് കണ്ടിട്ട്. അവിടെ എന്താ വെച്ചാൽ നായാട്ട് കഴിഞ്ഞ ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല. അപ്പോൾ ആഹാരം തൊട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ കാമധേനു കൊടുത്തുകൊണ്ട് ഈ കാർത്തവീര്യാർജുനെ സൈന്യത്തെ മുഴുവനെ സന്തോഷിപ്പിച്ചു. അപ്പോൾ ജമദഗ്നിയുടെ ആശ്രമത്തിലുള്ള ഈ കാമധേനു അത് കാരണമാണ് തനിക്കും സൈന്യത്തിനും ഇത്രയും കൂടുതൽ ആഹാരാദികളൊക്കെ കിട്ടിയത് എന്ന് മനസ്സിലായപ്പോൾ ആ കാമധേനുവിൽ ചെറിയൊരു ആഗ്രഹം ഉണ്ടായി എന്ന് സാരം. പരിപൂജിത, നന്നായിട്ട് തന്നെ ഈ കാമധേനു കൊടുത്തതായിട്ടുള്ള വിഭവങ്ങളെ കൊണ്ട് ഈ മുനിയായിട്ടുള്ള പരശുരാമൻ്റെ അച്ഛനായിട്ട് ജമദഗ്നി കാർത്തവീര്യാർജുനെയും സൈന്യത്തെയും ഒക്കെ നന്നായിട്ട് പൂജിച്ചു. അങ്ങനെ പുരഗത, രാജധാനിയിൽ തിരിച്ചെത്തിക്കഴിഞ്ഞപ്പോൾ പുനഃ കുറച്ച് കഴിഞ്ഞ് ദുർമന്ത്രി വാച. അപ്പോൾ അവിടെ മന്ത്രിസഭയിൽ ചർച്ച വന്നു. ഈ മഹർഷിയുടെ കയ്യിൽ കാമധേനുണ്ട്. ആ കാമധേനുവിനെ ഈ പ്രകാരത്തിൽ പൂജിക്കൊണ്ടും ആ കാമധേനു ദേവധേനു ആയതുകൊണ്ട് അതിൽ നിന്നും കിട്ടിയതായിട്ടുള്ള വിഭവങ്ങളെ കൊണ്ടാണ് തനിക്ക് സൈന്യത്തിന് ഒക്കെ ആഹാരം കിട്ടിയതെന്നും. അപ്പോൾ രാജാവിൻ്റെ കീഴിലാണല്ലോ കാടൊക്കെ വരിക. ജലാശയം, പർവ്വതം, കാട്, നദി, ഇതൊക്കെ രാജ്യം മാത്രമല്ല, ജനങ്ങളും രാജ്യവും മാത്രമല്ല, ഇതൊക്കെ രാജാവിൻ്റെ കീഴിലാണ്. അപ്പോൾ അതിലെ വസ്തുക്കൾക്കും അധികാരമുണ്ട്. അപ്പം അതുകൊണ്ട് ആ കാമധേനുവിനെ രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുവന്നൂടെ എന്ന് ഈ മന്ത്രിമാർ ചീത്ത വാക്കുകളെ കൊണ്ട്, അവിടെ ചീത്ത വാക്ക് വെച്ചാൽ വാക്ക് നന്നായിരിക്കും,
പക്ഷേ ധർമ്മവിരുദ്ധമായിട്ടുള്ള ഈ വാക്കിനെ പറഞ്ഞു. അപ്പോൾ അത് ശരി എന്ന് ഈ രാജാവും കാർത്തവീര്യ അർജുനനും അങ്ങനെ കണക്കാക്കി. അതുകൊണ്ട് ദുർമന്ത്രി വാച പുനഃ. അപ്പോൾ ഈ ചീത്തയായിട്ടുള്ള മന്ത്രിയുടെ വാക്ക് കേട്ട് ഗാം ക്രേതും, ആ കാമധേനുവിനെ വില കൊടുത്ത് വാങ്ങാൻ വേണ്ടിയിട്ട് സജീവം, ആ മന്ത്രിയെ തന്നെ നിയോഗിച്ചു. മന്ത്രിയുടെ ദുഷ്ടലാക്ക് അത് അത്ര നേരെയാവില്ല. അതൊന്ന് കണക്കാക്കുക വേണ്ട. വിഷ്ണുവംശമാണ് കാർത്തിവീര്യാർജുനൻ, തരായില്ല. വിനാശകാല വിപരീത ബുദ്ധിയാണ്, അതുകൊണ്ടാണ്. കുധിയ, ദുഷ്ടബുദ്ധിയായിട്ടുള്ള ഈ മന്ത്രി രുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോഹത ചമൂചക്രേണ. അപ്പോൾ കാമധേനുവിനെ അപഹരിക്കുക എന്നതിനെ തടയുന്ന അവസ്ഥയിൽ ഈ മഹാമുനിയായിട്ടുള്ള ജമദഗ്നിയുടെ തടുക്കൽ അത് നേരെയില്ല. കാരണം അദ്ദേഹം കാർത്തവീര്യാർജുനൻ വിഷ്ണുവംശമാണ്, ജമദഗ്നി വിഷ്ണുവിൻ്റെ അച്ഛനാണെന്നേ ഉള്ളൂ. അപ്പോൾ അവിടെ യുദ്ധാദി കാര്യങ്ങൾ അങ്ങനെ ആ രീതിയിൽ കണക്കാക്കുണ്ടായില്ല. അപ്പോൾ അവിടെ മുനിയുടെ പ്രാണം നഷ്ടപ്പെട്ടു ഈ യുദ്ധത്തിൽ. കാർത്തവീര്യാർജുനൻ വന്നിട്ട് ജമദഗ്നിയെ വധിച്ചു. അപ്പോൾ ആ കോപിച്ചതായിട്ടുള്ള കാമധേനുവിനാൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള സൈന്യ സമൂഹത്തോടു കൂടിയവനായി. നോക്കണേ, ആ കാമധേനുവിൻ്റെ ഈ സൈന്യം മുഴുവൻ ഈ കാർത്തവീര്യാർജുനൻ്റെ സൈന്യത്തെ മുഴുവൻ നശിപ്പിച്ചു. പക്ഷേ കാർത്തവീര്യാർജുനനാവട്ടെ തേന അഭി വത്സഹ ഹൃദഹ, ഈ പശുക്കുട്ടിയെ, ഈ കാമധേനുവിൻ്റെ പശുക്കുട്ടി നന്ദിനി, സുരഭിയുടെ മകളാണ് നന്ദിനി, കാമധേനുവിൻ്റെ മകളാണ്, ദേവധേനുവിൻ്റെ മകളാണ് നന്ദിനി. ആ നന്ദിനിയെ ഹൃദഹ അപഹരിക്കപ്പെട്ടു. അതാണ് ഇപ്പം നായാട്ടിന് പുറപ്പെട്ടതായിട്ടുള്ള കാർത്തവീര്യാർജുനൻ ജമദഗ്നിയുടെ ആശ്രമത്തിൽ എത്തി. അപ്പോൾ മഹർഷി ഈ രാജാവിനെയും സൈന്യത്തെയും ഒരേപോലെ പൂജിച്ചു, ആഹാരാധികാരങ്ങളൊക്കെ കൊടുത്തു. ഇതൊക്കെ കാമധേനുവിൽ നിന്നും കിട്ടിയതായിട്ടുള്ള അതിസ്വാദിഷ്ടമായിട്ടുള്ള വിഭവങ്ങളെ കൊണ്ടാണ്. അപ്പോൾ ക്ഷീണം തീർന്നു, ആശ്വാസമായി. നായാട്ടൊക്കെ കഴിഞ്ഞ് രാജാവ് തിരിച്ച് രാജധാനിയിലെത്തി, കൊട്ടാരത്തിലെത്തി. അവിടെ കാർത്തവീര്യാർജുനൻ തൻ്റെ മന്ത്രിസഭയിൽ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൽ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള ഒരു മന്ത്രിയുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെ മന്ത്രിയായിട്ട് വെക്കാൻ പാടില്ല. അവിടെ ചെറിയൊരു അബദ്ധം പറ്റി. ആ ദുഷ്ടമന്ത്രി പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ശരി എന്നങ്ങോട്ട് തോന്നി. അപ്പോൾ ആ കാമധേനുവിനെ വില കൊടുത്തു വാങ്ങുക എന്നുള്ള നിലയ്ക്കാണ് ക്രേതും. മന്ത്രി എന്ന നിലയിൽ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ശരിയാണെന്ന് രാജാവിന് തോന്നി. ആ മന്ത്രിയെ തന്നെ എന്നാൽ വില കൊടുത്ത് വാങ്ങിപ്പോരൂ എന്ന് പറഞ്ഞു. അപ്പോൾ 1,00,000 പശുക്കളെ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും ഇവിടെ സ്വീകരിച്ചില്ല. മഹർഷി അത് സമ്മതിച്ചില്ല, ജമദഗ്നി സമ്മതിച്ചില്ല. അപ്പോൾ ബലാത്കാരമായിട്ട് കാമധേനുവിനെ പിടിക്കാൻ ചെന്നു. അപ്പോൾ ജമദഗ്നി തടുത്തു. ആ യുദ്ധത്തിൽ ജമദഗ്നി കൊല്ലപ്പെട്ടു. അപ്പോൾ കോപം വളരെയധികം വർദ്ധിച്ചതായിട്ടുള്ള ഈ കാമധേനു തൻ്റെ ശരീരത്തിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള വലിയ സൈന്യം, ആയുധമെടുത്തുകൊണ്ട് ആയുധധാരികളായിട്ടുള്ള സൈന്യം ഈ കാർത്തവീര്യാർജുനൻ്റെ ഭടന്മാരെ മുഴുവൻ വധിച്ചു. അപ്പോൾ പരാജയപ്പെട്ടതായിട്ടുള്ള മന്ത്രി കാമധേനുവിൻ്റെ കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി, നന്ദിനി പശുവിനെ അപഹരിച്ചു കൊണ്ടുപോയി. അതൊരു വലിയ സങ്കടമായിട്ടൊരവസ്ഥയാണ്. കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല. ആഖേടോപഗത അർജുന സുരഗവി സംപ്രാപ്ത സമ്പദ് ഗണൈഹി ത്വത് പിത്ര പരിപൂജിതഃ പുരഗതഃ ദുർമന്ത്രിവാച പുനഃ ഗാം ക്രേതും സജീവം നിയുക്ത കുധിയ തേന അഭി രുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷ ഗോഹത ചമൂചക്രേണ വത്സോ ഹൃദ എന്ന് പദച്ഛേദം. ആഖേട ഉപഗത, നായാട്ടിനായിട്ട് ആശ്രമത്തിൽ എത്തിച്ചേർന്നതായിട്ടുള്ള കാർത്തവീര്യ അർജുനൻ, ത്വത് പിത്ര, അങ്ങയുടെ അച്ഛനായിട്ടുള്ള ഈ ജമദഗ്നിയാൽ, സുരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈഹി,
ദേവധേനുവായിട്ടുള്ള കാമധേനുവിൽ നിന്ന് നേടിയ സമ്പത്ത് കൊണ്ട് പരിപൂജിത നന്നായിട്ട് തന്നെ അർജുനനെയും ഈ കാർത്തവീരാർജുനനെയും സൈന്യങ്ങളെയും പൂജിച്ചു. നല്ലോണം പൂജിച്ചു, വേണ്ടതൊക്കെ കൊടുത്തു, ആഹാരാദികളൊക്കെ കൊടുത്തു. പരിപൂജിത. പിന്നെ പുരഗത രാജാവ് കൊട്ടാരത്തിലെത്തി. പുനഃ അതിനുശേഷം ദുർമന്ത്രി വാച ആ ചീത്ത മന്ത്രി ചീത്ത വാക്കുകളെ കൊണ്ട് ഈ കാമധേനുവിനെ സ്വന്താക്കിക്കോളൂ എന്ന് പറഞ്ഞപ്പോൾ ഗാം ക്രേതും പശുവിനെ വിലയ്ക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് സജീവം നിയുക്ത ഈ മന്ത്രിയെ തന്നെ നിയോഗിച്ചു. കുധിയ ചീത്ത ബുദ്ധിയായിട്ടുള്ള ഈ മന്ത്രി അവിടെ ചെന്നപ്പോൾ രുന്ധൻ മുനി അതിനെ തടുത്തു. അങ്ങനെ വിലയ്ക്കൊന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബലം പ്രയോഗിച്ചിട്ട് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചു. അപ്പോൾ അവിടെ സൈന്യത്തോട് കൂടിയിട്ടാണ് മന്ത്രി ചെന്നേറുന്നത്. അവർ തമ്മിലുള്ള യുദ്ധം. ഇവിടെ യുദ്ധത്തിനൊന്നും വഴിയില്ല. ആ രീതിയിലൊന്നും അല്ല അവിടെ പരശുരാമൻ്റെ അച്ഛൻ നിൽക്കുന്നത്, ഈ ജമദഗ്നി നിൽക്കുന്നത്. അപ്പോൾ ആ മുനിയുടെ ജമദഗ്നിയുടെ പ്രാണക്ഷേപം, പ്രാണൻ നശിച്ചുപോയി, പ്രാണൻ നഷ്ടപ്പെട്ടു പോയി, വധിക്കപ്പെട്ടു ജമദഗ്നി. അപ്പോൾ പശു സരോഷ ഗോ. അപ്പോൾ ആ കാമധേനുവിന് ശുണ്ഠി വന്നു. ആ കാരണം കൊണ്ട് ചമു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈന്യം, ചമു ചക്രേണ ആ സൈന്യം ഒന്നിച്ച് ഹത ഗോവിൻ്റെ സൈന്യത്തോടു കൂടിയിട്ട് ഗോ ഹത ചമു ചക്രേണ ഈ പശുവിൽ നിന്നും ഉണ്ടായതായിട്ടുള്ള സൈന്യത്തോടു കൂടിയിട്ട് ഈ മന്ത്രിയുടെ സൈന്യത്തെ യുദ്ധം ചെയ്യാൻ വേണ്ടിയിട്ട് കാമധേനു തന്നെ അയച്ചു. അപ്പോൾ ആ യുദ്ധത്തിൽ ഈ മന്ത്രിയുടെ സൈന്യം മുഴുവൻ, കാർത്തവീരാർജുനൻ്റെ സൈന്യം മുഴുവൻ നശിച്ചു. തേന അഭി ആ മന്ത്രിയാൽ വത്സഹ ഹൃദഹ ഈ മന്ത്രി പശുവിൻ്റെ കുട്ടിയെ, നന്ദിനി പശുക്കുട്ടിയെ ഹൃദഹ കട്ടുകൊണ്ടുപോയി എന്നാണ്. ആഖേടോപഗതോർജുനസുരഗവി സംപ്രാപ്ത സമ്പദ്ഗണൈസ്ത്വൽപിത്ര പരിപൂജിത പുരഗതോ ദുർമന്ത്രിവാചാ പുന ഗാം ക്രേതും സജീവം ന്യയുക്ത കുധിയാ തേനാഭിരുന്ധൻ മുനി പ്രാണക്ഷേപ സരോഷഗോഹത ചമൂചക്രേണ വത്സോ ഹൃദ ശുക്രോജ്ജീവിത താതവാക്യചലിതക്രോധോऽഥ സഖ്യാ സമം ബിഭ്രദ്ധ്യാതമഹോദരോപനിഹിതം ചാപം കുഠാരം ശരൻ ആരൂഢഃ സഹവാഹയന്ത്രകരഥം മാഹിഷ്മദീമാവിശൻ വാഗ്ഭിർവത്സമദാശുഷി ക്ഷിതിപദൗ സംപ്രാസ്തുധാ സങ്കരം. അഥ അതിനുശേഷം ശുക്ര ഉജ്ജീവിത ശുക്രനാൽ ജീവിക്കപ്പെട്ടതായിട്ടുള്ള താതവാക്യ ചലിത ക്രോധ അച്ഛൻ്റെ വാക്ക് അനുസരിച്ച് ഉയർന്ന കോപത്തോടു കൂടിയിട്ട് ശുക്രമഹർഷിയാണ് പിന്നെ ജമദഗ്നി മഹർഷിയെ ജീവിപ്പിച്ചത്. അഥ ശുക്ര ഉജ്ജീവിത താതവാക്യ ചലിത ക്രോധ ശുക്രമഹർഷിയാൽ വീണ്ടും ജീവനെ കൊടുക്കപ്പെട്ടു. അപ്പോൾ മൃതസഞ്ജീവനി വിദ്യ കൊണ്ട് ജമദഗ്നി ജീവിച്ചു. അതിനുശേഷം അച്ഛൻ്റെ വാക്ക് ചലിത ക്രോധ ആ വാക്കിൻ്റെ അനുസരിച്ച് കോപത്തോടു കൂടിയവനായിട്ട് ധ്യാത മഹോദരോപനിഹിതം ധ്യാനിക്കപ്പെട്ടതായിട്ടുള്ള മഹോദരനാൽ കൊണ്ടുവന്ന് നൽകപ്പെട്ടതായിട്ടുള്ള കുഠാരവും. മഹോദരൻ എന്നുള്ളത് ഒരു സുഹൃത്ത്, ആ ശിവകിങ്കരൻ ആണ്. മഹോദരൻ എന്നുള്ളത് ഒരു ശിവകിങ്കരനാണ്. ഇപ്പോൾ സ്മരിച്ച മാത്രയിൽ മഹാദേവൻ കൊടുത്തതായിട്ടുള്ള ഈ ദിവ്യാസ്ത്രങ്ങളെയൊക്കെ പരശുരാമന് വേണ്ടിയിട്ട് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ ധ്യാനം ചെയ്ത സമയത്ത് മഹോദരനാൽ ഉപനിഹിതമായിട്ടുള്ള കൊണ്ടുവന്ന് നൽകപ്പെട്ടതായിട്ടുള്ള ചാപം, കുഠാരം, ശരാൻ. ചാപം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വില്ല്, കുഠാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴു, ശരാൻ എന്ന് പറഞ്ഞാൽ ശരങ്ങൾ, ദിവ്യാസ്ത്രങ്ങൾ അതെല്ലാം ധരിച്ചുകൊണ്ട്, ബിഭ്രത് ധരിച്ചുകൊണ്ട് സഹവാഹ യന്ത്രകരഥം സഹവാഹ ഒപ്പം കുതിരകൾ, അതേപോലെ തേരാളികൾ, ഈ തേര്, ഇങ്ങനെ എല്ലാം കൂടിയിട്ട് രഥത്തോട് കൂടിയിട്ട് സഹവാഹ യന്ത്രക രഥം
ഇങ്ങനെ എല്ലാ സന്നാഹങ്ങളോടും കൂടിയിട്ട്, ചതുരംഗ സൈന്യത്തോട് കൂടിയിട്ട് എന്ന് വേണമെച്ചാൽ പറയാം. അങ്ങനെയാണ്. യന്ത്രിക സഹവാഹ യന്ത്രിക രഥം, വാഹനങ്ങളോട് കൂടിയിട്ട്, കുതിരകളോട് കൂടിയിട്ട്, യന്ത്രങ്ങളോട് കൂടിയിട്ട്, സാരഥിയോട് കൂടിയിട്ട്. ഈ കുതിരകളെ സൈന്യത്തോട് കൂടിയിട്ട്, അതേപോലെ കുതിരപ്പട എന്നർത്ഥം. പിന്നെ സാരഥിയോട് കൂടി, രഥത്തെ നിയന്ത്രിക്കുന്നതായിട്ട് സാരഥിയോട് കൂടിയിട്ട്, അങ്ങനെയുള്ള രഥത്തെ ആരൂഢം, അതിൽ കയറി എന്ന് സാരം. അപ്പോൾ ഇതൊക്കെ മഹാദേവനെ കൊടുത്തയക്കപ്പെട്ടതാണ്. സഹവാഹ യന്ത്രിക രഥം ആരൂഢ. അപ്പോൾ ഈ വില്ല് കിട്ടി, മഴു കിട്ടി, ദിവ്യായുധങ്ങളൊക്കെ കിട്ടി, രഥം കിട്ടി. അത് തെളിയിക്കാനൊരു ശിവദൂതൻ അല്ലെങ്കിൽ ശിവപാർഷദൻ, അങ്ങനെയാണ് ആ രഥത്തിൽ. അപ്പോൾ കുതിരയുണ്ട്, തേരാളിയുണ്ട്, എല്ലാവരും കൂടിയിട്ട് രഥത്തിൽ ഭഗവാൻ രാമൻ കയറി. ആരൂഢ. എന്നിട്ട് മാഹിഷ്മതി, കാർത്തവീര്യാർജുനൻ്റെ കൊട്ടാരത്തിൻ്റെ പേര് മാഹിഷ്മതി എന്നാണ്. ആ മാഹിഷ്മതി രാജകൊട്ടാരത്തെ ആവിശൻ, അവിടേക്ക് ചെന്നു. എന്നിട്ട് ക്ഷിതിപദൗ, ഈ കാർത്തവീര്യ രാജാവിനെ വാഗ്ഭിഹി, ചീത്ത വാക്കുകളെ കൊണ്ട്, അച്ഛനെ കൊന്നവൻ എന്ന ആ വാക്കുകളെ കൊണ്ട്, വത്സം, പശുക്കുട്ടിയെ കട്ടവൻ എന്ന നിലയ്ക്കെല്ലാം ഉള്ള വാക്കുകളെല്ലാം പറഞ്ഞുകൊണ്ട്, അതേപോലെ ചോദിക്കുകയും ചെയ്തു. എൻ്റെ അച്ഛൻ്റെ പശുക്കുട്ടിയെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, അതിനെ തരൂ എന്ന് ചോദിക്കുകയും ചെയ്തു. അപ്പോൾ സാമദാനാദികൾ, സാമദാന ഭേദദണ്ഡെന്നാണല്ലോ. അപ്പോൾ ഭേദം പറഞ്ഞു, സാമം പറഞ്ഞു. ഇവിടെ ദാനത്തിൻ്റെ വിഷയമില്ലാത്തതുകൊണ്ട് അത് പറഞ്ഞില്ല. പക്ഷേ അത് രണ്ടും ഈ കാർത്തവീര്യാർജുനന് കേട്ടില്ല. അത് കൊടുക്കാത്തത് കൊണ്ട്, പശുവിനെ കൊടുക്കാത്തത് കൊണ്ട് അത് ആശുഷി, കൊടുക്കാതിരുന്നു. സങ്കരം സംപ്രാസ്തുതാഹ, അപ്പോൾ ആ സമയത്ത് യുദ്ധത്തെ ആരംഭിച്ചു. സങ്കരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യുദ്ധം, സംഗ്രാമം, സങ്കരം, യുദ്ധം. സംപ്രാസ്തുതാഹ, പ്രാസ്തുതാഹ ആണ്. അപ്പോൾ അവിടെ തുടങ്ങി എന്നർത്ഥം. നന്നായിട്ട് തന്നെ യുദ്ധം ചെയ്തു എന്ന് സാരം. വെറുതെ യുദ്ധം അവിടെ ആരംഭിക്കല്ല, അതിഗംഭീരമായിട്ടുള്ള യുദ്ധത്തെ ആരംഭിച്ചു. ഇവിടെ പരശുരാമൻ ഒറ്റയ്ക്കാണ്, പക്ഷേ വലിയ സൈന്യത്തോട് കൂടിയിട്ടാണ് കാർത്തവീര്യാർജുനൻ. ശുക്ര ഉജ്ജീവിത താതവാക്യ ചലിത ക്രോധ അഥ സഖ്യ സമം ബിഭ്രത് ധ്യാത മഹോദര ഉപനിഹിതം ചാപം കുഠാരം ശരാൻ. മഹോദരൻ എന്നുള്ളത് ശിവപാർഷദനാണ്. ധ്യാനം ചെയ്തു എന്നാണ്. ഭഗവാനെ, മഹാദേവനെ ധ്യാനം ചെയ്തു ഈ പരശുരാമൻ. അപ്പോൾ ശിവപാർഷദൻ കൊണ്ടുവന്ന് കൊടുത്തതാണ് ചാപം, കുഠാരം, ശരം ഒക്കെ. ശരങ്ങൾ, ശരാൻ, അത് മറ്റേ പ്ലൂറലാണ്, അങ്ങനെ ബഹുവചനാണ്. അതിൽ ഈ ആരൂഢ സഹവാഹ യന്ത്രിക രഥം, തേരുണ്ട്, തേരാളിയുണ്ട്, അതൊക്കെ കൊടുത്തയച്ചുണ്ട്. അതിൽ കയറിയിരുന്നു. അപ്പോൾ കുതിര ഓടിക്കുന്നതായിട്ടുള്ള തേരിൻ്റെ ഒപ്പം ഈ തേര് നിയന്ത്രിക്കുന്നതായിട്ടുള്ള സാരഥി, യന്ത്രികൻ. സഹവാഹ യന്ത്രിക രഥം, തേരോട് കൂടിയിട്ട് കുതിരക്കാരനുമുണ്ട്. ഈ കുതിരയെ തെളിയിക്കാനുള്ള, രഥം നിയന്ത്രിക്കാനുള്ള ആളുണ്ട്, തേരാളിയുണ്ട്. അതിൽ ആരൂഢ കയറി. എന്നിട്ടോ മാഹിഷ്മതിയും ആവിശൻ, മാഹിഷ്മതി എന്നുള്ള കാർത്തവീര്യാർജുനൻ്റെ കൊട്ടാരത്തിലേക്ക്, തലസ്ഥാനമായിട്ടുള്ള കൊട്ടാരത്തിലേക്ക് അവിടെ എത്തി. പിന്നെ വാഗ്ഭിഹി, നല്ല നല്ല വാക്കുകളെ കൊണ്ടും ചീത്ത വാക്കുകളെ കൊണ്ടും രണ്ടും ഉണ്ട് കേട്ടോ. വാഗ്ഭിഹി, വത്സം, കാമധേനുവിൻ്റെ മകളെ, നന്ദിനി പശുവിനെ ചോദിച്ചു നല്ല വാക്കിനെ കൊണ്ട്. പിന്നെ അച്ഛനെ കൊന്നവൻ, പശുവിനെ കട്ടവൻ എന്നുള്ള ചീത്ത വാക്കുകളും. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു വെച്ചാലും ആ കാർത്തവീര്യാർജുനൻ അദാശുഷി, കൊടുത്തില്ല, ഈ വത്സത്തെ കൊടുത്തില്ല. വത്സം അദാശുഷി. അപ്പോൾ ക്ഷിതിപതിയായിട്ടുള്ള, ഭൂമിയുടെ അധിപനായിട്ടുള്ള, രാജാവായിട്ടുള്ള ആ കാർത്തവീര്യാർജുനുമായിട്ട് സംപ്രാസ്തുത, നന്നായിട്ട് തന്നെ ആരംഭിച്ചു. സങ്കരം, സംപ്രാസ്തുതാഹ സങ്കരം, നന്നായിട്ട് തന്നെ യുദ്ധത്തെ ആരംഭിച്ചു എന്ന് അതിൻ്റെ അർത്ഥം, ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ശുക്രോജ്ജീവിത താതവാക്യചലിത ക്രോധോധ സഖ്യാസമം ബിഭ്രധ്യാത മഹോദരോപനിഹിതം ചാപം കുഠാരം ശരാൻ ആരൂഢ സഹവാഹയന്ത്രകരഥം മാഹിഷ്മതീമാവിശൻ
വാഗ്ഭിർവത്സമദാശുഷിക്ഷിതിപദൗ സംപ്രാസ്തുതാ സങ്കരം. ഇങ്ങനെ 6-ാമത്തെ ശ്ലോകം. 4, 5, 6 3 ശ്ലോകങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. ഇനി ബാക്കിയുള്ളത് അടുത്ത ദിവസം പറയാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.